പി.വി. കുട്ടൻ, രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായൊക്കെ വരുന്നു. അതായത് കേരളത്തിൽ പ്രവർത്തിച്ച് യാതൊരു തരത്തിലുള്ള പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നു. സംസ്ഥാന ഭാരവാഹികളെ അടക്കം പ്രഖ്യാപിക്കുന്നു. അവിടെ രണ്ടു പക്ഷമായി ബി.ജെ.പിയെ ഈ ചേരിതിരിവിലേക്ക് രണ്ടു പക്ഷമാക്കിയുള്ള ഒരു ഭാരവാഹി തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയല്ലേ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടത്? രൂപീകരണ കാലഘട്ടം തന്നെ അതിശക്തമായ ഗ്രൂപ്പിസമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ എല്ലാ ഘട്ടത്തിലും ആരൊക്കെ ഭാരവാഹികൾ വന്നാലും അവർക്കെതിരെ ശക്തമായ മറ്റൊരു വിഭാഗം രൂപം കൊള്ളുന്നു എന്നുള്ളത് കേരളത്തിൽ ബി.ജെ.പി ഏറ്റവും വലിയ ശാപമായിരുന്നു. എല്ലാ കാലത്തും അത് വളരെ ഊർജിതമായ രീതിയിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ആ ഘട്ടം മുതൽ നമുക്കറിയാം മുരളീധര പക്ഷത്തെയും അതോടൊപ്പം തന്നെ സുരേന്ദ്ര പക്ഷത്തെയും പൂർണ്ണമായും പല ഘട്ടങ്ങളിലും അവഗണിക്കുന്ന കോർ കമ്മിറ്റിയിലായാലും മറ്റു ഭാരവാഹി യോഗങ്ങളായാലും ഒരു തെരഞ്ഞെടുപ്പ് ആലോചനാ യോഗങ്ങളായാൽ പോലും ഈ പക്ഷത്തിലെ നേതാക്കളെ യോഗത്തിനകത്തിന് ക്ഷണിക്കാത്ത സാഹചര്യം പോലും മുൻ അധ്യക്ഷന്മാരെ പോലും യോഗത്തിനകത്തിന് ക്ഷണിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒരു മൂർത്തമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സുരേന്ദ്രന്റെയും മുരളീധരന്റെയും കൂടെയുള്ള ഏതാണ്ട് എല്ലാവരെയും വെട്ടി നിർത്തിയാണ് ഇപ്പോൾ പുതിയ ഭാരവാഹി പട്ടിക വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനകത്ത് പൂർണ്ണമായും മുരളീധരന്റെയും സുരേന്ദ്രന്റെയും വിരുദ്ധ പക്ഷക്കാരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സുരേന്ദ്രനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുന്നു. ജനറൽ സെക്രട്ടറിമാരായി വരുന്നവർ ഇനി കോർ കമ്മിറ്റിയിൽ വളരെ ശക്തമായ സാന്നിധ്യമായി തുടരും. അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ പക്ഷത്ത് നിന്നും ഉയർത്തിക്കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തടയപ്പെടുന്നു. അത്തരത്തിലൊരു വലിയ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ ബി.ജെ.പിക്കകത്ത് ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റം വരുന്ന ഒരു ഭാരവാഹി പട്ടിക വന്നിരിക്കുന്നു. ഇതിനകത്ത് സുരേന്ദ്രൻ പക്ഷത്ത് നിന്നും സുധീരും കൃഷ്ണകുമാറും നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു. അവരിപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നേരെ വൈസ് പ്രസിഡന്റാക്കി സംഘടനാ രംഗത്ത് നിന്നും താഴേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ രഘുനാഥ് വി എം മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും മനസാക്ഷി സൂക്ഷിപ്പാനായി അറിയപ്പെടുന്ന ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട മലബാറിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഏത് തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് പാർട്ടിക്കകത്ത് നടപ്പിലാക്കുന്നത് രഘുനാഥിനെ ഉപയോഗിച്ചായിരുന്നു. അദ്ദേഹം നേരത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നത്. സുരേന്ദ്രന്റെ കമ്മിറ്റിക്കകത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന് കോർ കമ്മിറ്റിയിലേക്കൊക്കെ എത്തിക്കാം എന്നുള്ളൊരു നീക്കം മുരളീധരന്റെയും അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പി രഘുനാഥന് നിലവിലെ പട്ടിക പ്രകാരം നിലവിലെ ഈ ഭാരവാഹികളുടെ ലിസ്റ്റ് പ്രകാരം രഘുനാഥന് ഒരു സ്ഥാനവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നാഗേശ്വർ ശ്രീകാന്തും തുടങ്ങിയ ഏറ്റവും അടുപ്പക്കാരായ കാസർകോട്ടെയും തൃശ്ശൂരിലെയും രണ്ട് നേതാക്കളായിരുന്നവർ കുറെ നേരത്തെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു. പിന്നീട് സുരേന്ദ്രന്റെ കമ്മിറ്റിക്കകത്ത് സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ മേഖലാ പ്രസിഡന്റാക്കി തരംതാഴ്ച ചെയ്യുന്നതാണ്. ഈ കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ, കമ്മിറ്റിയിലെ ഭാരവാഹികളെ പരിശോധിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട പേരുകാരൊക്കെ കടുത്ത സുരേന്ദ്രൻ പക്ഷ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ നിയമിച്ച എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും എസ് സുരേഷും എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും സംസ്ഥാന തലത്തിൽ തന്നെ കടുത്ത സുരേന്ദ്രൻ മുരളീധര പക്ഷ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളാണ്. എസ് സുരേഷ് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹിയായി അദ്ദേഹം ഈ പുതിയ സംസ്ഥാന പ്രസിഡന്റുമായി ഏറ്റവും അടുത്ത രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഘട്ടം മുതൽ ഏറ്റവും അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു. അഡ്വക്കേറ്റ് സുരേഷിനെ ജനറൽ സെക്രട്ടറിയായി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം സ്വാഭാവികമായും കോർ കമ്മിറ്റിയിലേക്ക് വരും. സെക്രട്ടറിമാരുടെ ലിസ്റ്റിനകത്തും ഈ പറയുന്ന 10 പേരുടെ ലിസ്റ്റിനകത്തും പ്രധാനപ്പെട്ട പേരുകാർ അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയില്ല. അതിന്റെ അഡ്വക്കേറ്റ് വി രാജേഷ് മാത്രമാണ് കടന്നുകൂടിയിരിക്കുന്നത്. സുരേന്ദ്രന്റെ അനുയായിയായ വി മുരളീധരന്റെ അനുയായിയായ അഡ്വക്കേറ്റ് വി രാജേഷ് നേരത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹവും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട നേതാവായിരുന്നു.